എൻ്റെ പേര് ഫിലോമിന. ഞാൻ വേങ്ങൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ജൂലൈ 24-ാം തീയതിയാണ്. 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് 3-ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ. ഇപ്പോൾ എനിക്ക് 25 വർഷത്തിൽ കൂടുതലായി വീട് സ്ഥലമില്ല. എനിക്ക് ഭർത്താവും മക്കളും ഇല്ല, വേറെ ആരുമില്ല, സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ വീടുകളിലും കയറി ഇറങ്ങി താമസിച്ച് വരികയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ അമ്മ 2014 മരിച്ചു. അതിനു മുമ്പ് അമ്മയും ഞാനും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി, ഒരുപാട് പള്ളികളിൽ ധ്യാനം കൂടി, ഒരുപാട് നൊവേനകൾ കൂടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ 2014 അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മതിയായി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇതിനായിട്ട് എങ്ങും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നിൽ നേരെ ഇളയ അനിയത്തി ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുണ്ട്. അവളാണ് എന്നോട് പറഞ്ഞത്, എടി നീ അവിടെ പോയി ഉടമ്പടി എടുക്കും, നിനക്ക് വീട് കിട്ടുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലുള്ള പള്ളികളിലെല്ലാം പോയി കിട്ടാത്തത് എനിക്ക് അവിടെ പോയി എന്ത് കിട്ടാനാണ് എന്ന് അവളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് അവിടെ ധ്യാനമല്ല ഉടമ്പടിയാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവളെ കളിയാക്കി. അവളുടെ നിർബന്ധപ്രകാരമാണ് 2019 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. അത് ഇതിനു വേണ്ടി മാത്രമാണ് എനിക്ക് വീട് സ്ഥലം കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പള്ളികളിലൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, നീ പറഞ്ഞതല്ലേ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞാണ് ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. ഉടമ്പടി എടുത്തിട്ടും എനിക്കത്ര ഇതായില്ലായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, അത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ചെല്ലില്ല, അങ്ങനെ ഉടമ്പടിയൊന്നും പാലിക്കില്ല. പത്രം മേടിച്ച് കൊണ്ടുപോയി പള്ളിയിൽ, എൻ്റെ ഇടവക പള്ളി, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അച്ഛൻ്റെ ധ്യാനം ഇവിടെ അന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ഒരു മാസത്തിലൊരു ധ്യാനം ഇവിടെ വന്ന് കൂടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇവിടെ ധ്യാനം കൂടാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കും, കാല് കഴിക്കുമ്പോൾ എവിടെയെങ്കിലും ടീ സ്റ്റാളിൽ പോയിരുന്ന് അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോവും. അങ്ങനെയായിരുന്നു. പിന്നീടാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായത്. എൻ്റെ ഒരു സഹോദരൻ 20 വർഷമായിട്ട് എന്നോട് സംസാരിക്കില്ലായിരുന്നു. അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ചേച്ചീനെ കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ തോന്നുന്നു, ചേച്ചീനെ വിളിക്കണം എന്ന് തോന്നണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു അനുഭവം കിട്ടിയത്. അന്ന് തുടങ്ങിയാണ് ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് മാതാവ് ഞാൻ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു, അപ്പോൾ അത് ഉടമ്പടി എടുത്തതിൻ്റെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് അന്ന് തുടങ്ങിയാണ് ഞാൻ ധ്യാനമൊക്കെ കറക്റ്റായിട്ട് കൂടാൻ തുടങ്ങിയത്. ഒന്നാമത് ധ്യാനം കൂടാൻ ഓൺലൈൻ വഴി ധ്യാനം കൂടാനായിട്ട് എൻ്റെ ഫോണിൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പോകുമായിരുന്നു. പിന്നീട് ഞാൻ ആ കണക്ഷൻ മാറ്റി വേറെ കണക്ഷനാക്കി ഞാൻ ധ്യാനം സ്ഥിരമായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെയാണ് കുറേശ്ശെ ഉടമ്പടിയെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങിയത്. പാലിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ അനിയത്തോട് പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് ഉടമ്പടി എടുക്കാൻ, എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ ഉടമ്പടിയെല്ലാം പാലിച്ച് കഴിഞ്ഞാൽ അമ്മ നിനക്ക് വീട് തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2021 എന്നോടും എല്ലാവരും പറഞ്ഞു ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വീട്. അപ്പം ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിലെല്ലാം ഒരുപാട് അപേക്ഷിച്ചതാണ്, ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ ഒന്ന് അപേക്ഷിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള മെമ്പർ എന്നെ നിർബന്ധിച്ച് ഞാൻ 2021 അപേക്ഷിച്ചെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപേക്ഷിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേർക്ക് പേര് ലിസ്റ്റിൽ വരുന്നുണ്ട്, അതിന് എനിക്ക് വീട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു 2-3 മാസം കൂടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞു, നീ ഉടമ്പടി ശരിക്കും പാലിക്കുക, അതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി VO വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എവിടെയെങ്കിലും പോയി സ്ഥലം നോക്ക്, ചേച്ചിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വേങ്ങൂർ പഞ്ചായത്തിൽ പോയി സ്ഥലം നോക്കുന്നതും. സ്ഥലം നോക്കി 2021 ആധാരം ചെയ്തു. പിന്നെ വീട് പണിയാൻ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അവിടെ കിടക്കട്ടെ, സ്ഥലം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കാട് പിടിച്ച് അവിടെ കിടന്നു. അപ്പോൾ വീണ്ടും അവൾ എന്നെ വഴക്ക് പറഞ്ഞു, നീ സ്ഥലം കിട്ടിയിട്ട് അവിടെ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ VO എന്നെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ സ്ഥലം കിട്ടിയിട്ട് എന്താണ് വീട് പണിയാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് വീണ്ടും ഞാൻ വീട് പണിക്ക് തുടങ്ങിയത്. ഞാൻ മാതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മാതാവ് തന്ന വീടാണ്, എൻ്റെ വീടല്ല ഇത് മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഞാനവിടെ കൃപാസനം എന്ന് എഴുതി വയ്ക്കാനായിട്ട് ഞാനത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കൃപാസനത്തിലെ മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ
മെയ് 2024 മെയ് 6-ാം തീയതി പെട്ടെന്ന് തന്നെ വീട് ഞാൻ പണി പൂർത്തിയാക്കി. എന്നെ ആരോ ഇരുന്ന് കുത്തുകയാണ്, വീട് പണി എന്താ ഇങ്ങനെ ഇട്ടേക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പറയടി, ആരാണ്ട് എന്നെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ വീട് നീ എന്താ പണിയാത്തേന്ന് ചോദിക്കുന്നു. അപ്പം അവളെന്നോട് പറയും മാതാവാണെന്ന്. അപ്പോൾ ഞാൻ പറയും പിന്നെ മാതാവ് എൻ്റെ പുറകെ നടക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഇല്ലടി മാതാവാണ്, നീ അതിനെ ഇറങ്ങ് എന്ന് പറഞ്ഞു. പിന്നെ അതിനിറങ്ങി മെയ് 2024 മെയ് 6-ാം തീയതി ഞാൻ വീട് താമസിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ അനിയത്തിയുടെ മകളാണ്, അവരൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഇവൾക്ക് 10 വർഷമായിട്ട് മണപ്പുറം ഫൈനാൻസിൽ ജോലിയാണ് അവൾക്ക്. അപ്പോൾ ആ ജോലി ഇവൾക്ക് കഴിഞ്ഞ 2024 ഒക്ടോബറിൽ ഇവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോൾ അവരോട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ കമ്പ്യൂട്ടറിൽ ഇല്ലയെന്നോ എന്തോ പറഞ്ഞ് വേറെ ജോലി അന്വേഷിച്ചോളാൻ ഇവളോട് പറഞ്ഞു. അപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് വന്ന് എന്നോട് വേറെ ജോലി അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ വേറെ ഏത് ജോലിക്ക് പോകും, 10 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ജോലി അതാണ് എന്ന് പറഞ്ഞു. ഉടനെ അപ്പം ഉടമ്പടി പുതുക്കുന്ന സമയമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാതാവിനോട് ചെന്ന് ഇപ്പോൾ എന്ത് കാര്യവും ഇപ്പം ഇത്രയും വർഷമായി ഞാൻ എടുത്തിട്ട് ഞാൻ ഒരു കാര്യങ്ങളും നിയോഗത്തിൽ എനിക്ക് വേണ്ടി വയ്ക്കാറില്ല. ഞാൻ നിയോഗത്തിൽ വയ്ക്കുന്നത് എനിക്ക് കൂടുതൽ അനുഗ്രഹം മാതാവിൻ്റെ പ്രാർത്ഥിക്കാനുള്ള അങ്ങനെ കിട്ടുള്ളൂ. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് മാതാവേദേ ഇന്ന് മഴ പെയ്യരുത്, ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, എനിക്ക് മഴ നനയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല. അത്ര ഒരു ഇതിലാണ് ഞാൻ ചെന്ന് മാതാവിനോട് പറയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാറില്ല മാതാവിനോട്. പ്രാർത്ഥിക്കുന്നത് വെളുപ്പിനത്തെ പ്രാർത്ഥനയും ഞാൻ 3:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴാണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന. പിന്നെ അച്ഛൻ്റെ 5:30 മണിക്കത്തുള്ള പ്രാർത്ഥന അതൊന്നും ഞാൻ മുടക്കാറില്ല. പിന്നെ പത്രം ഞാൻ ആലുവയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാനും ഇവിടെയുള്ള എൻ്റെ അനിയത്തിയും കൂടി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പിന്നെ തിരുവഴ, കഞ്ഞിക്കുഴി, പിന്നെ കളവേലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു നടന്ന് കടകളിലും പിന്നെ വീടുകളിലും കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും, മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോകും, തൈലം കൊണ്ടുപോകും. സുഖമില്ല, കാലുവേദന, കൈവേദന. അത് കൂടുതലും എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളല്ല കൂടുതൽ അവർ ആ പത്രം വാങ്ങിക്കുന്നത് തന്നെ കൈ തൊഴുത് പിടിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ഞാനന്നിട്ട് അവളോട് ചോദിക്കും, ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ വാങ്ങിക്കില്ലോടെ എന്ന്. അതേപോലെ അവർ വാങ്ങിച്ച് ഈ തൈലം കുരിശ് വരച്ച് അവർക്ക് എവിടെയാണ് എന്താണ് അസുഖം എന്ന് വെച്ചാൽ തൈലം കുരിശ് വരച്ച് കൊടുക്കും. ഞങ്ങൾ രാവിലെ ഇറങ്ങിയ വൈകിട്ട് വരെയും പത്രം കൊടുത്ത് ഓരോ വീടുകളിൽ അവരപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ. എനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് വേങ്ങൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാറ് പതിവ്. പിന്നെ അവിടെ അനാഥാലയത്തിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനും പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൂടുതൽ ഇതൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടുന്ന ആകെ 1600 പെൻഷനാണ്. ആ പെൻഷൻ കിട്ടുന്നതിന് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് വീട് പണിയാൻ എനിക്ക് ഒരുപാട് പേര് സഹായിച്ചു. ആ തന്ന സഹായത്തിൽ നിന്ന് ഞാൻ 2-3 പ്രാവശ്യം അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അല്ലാതെ ഞാൻ മാതാവിനോട് പറയും, മാതാവേ നീ തന്നാലേ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ എന്ന് ഞാൻ മാതാവിനോട് പറയും. പിന്നെ ഇവൾക്ക് വേണ്ടി രണ്ടാമത് ഒരു ഇത് വെച്ചു. ആദ്യം വെച്ച മണപ്പുറം ഫൈനാൻസിൽ അത് ഇവൾ വന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു അവൾക്ക് ആ ജോലി കൊണ്ടാണ് അവൾ ജീവിക്കണം, അതുകൊണ്ട് മാതാവ് അവൾക്ക് ജോലി കൊടുക്കണം, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അവളെയും കൊണ്ട് വന്ന് എന്ന് പറഞ്ഞപ്പോൾ 6 ദിവസത്തിനുള്ളിൽ അവളെ തിരിച്ച് ജോലിക്ക് കയറ്റി. വേറെ ജോലിക്ക് നോക്കിക്കോളാൻ പറഞ്ഞാണ് അവർ. അതുകൊണ്ട് 6 ദിവസത്തിനുള്ളിൽ അവളെ ജോലിക്ക് കയറ്റി. രണ്ടാമത് ഇവൾക്ക് ഒരു വയറുവേദന വന്നു. അത് കഴിഞ്ഞതിന് ശേഷം വയറുവേദന വന്ന് 4 മാസം വരെ ചികിത്സിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുറയാതെ 4 മാസം കഴിഞ്ഞപ്പോൾ അത് കൂടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തടിപ്പുണ്ട്, പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം, 1 മാസത്തേക്കും കൂടി ഗുളിക തരാം, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവളെന്നോട് പറഞ്ഞു MRI സ്കാൻ എന്ന് പറയുന്നത് വലിയ ഒരു ഇതല്ലേ. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ടുപോയി 3 ദിവസം അവൾക്ക് അടിവയറ്റിൽ ഞാൻ കുരിശിട്ട് കൊടുത്തു. ആ MRI സ്കാൻ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ മാതാവ് പറഞ്ഞ കേട്ടോളൂ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഇപ്പം യാതൊരു കുഴപ്പമില്ല. പിന്നെ മാതാവ് എനിക്ക്
ഒരുപാട് അനുഗ്രഹങ്ങൾ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും തരുന്നുണ്ട്. ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പറയാൻ പോയാൽ ഇന്നും നാളെയും തീരാത്ത അനുഗ്രഹങ്ങൾ. എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടവക പള്ളി പോകാൻ പറ്റില്ല, കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരം പള്ളിയാണ്. അപ്പോൾ അതിന് ഞായറാഴ്ച മാത്രമേ എനിക്കിപ്പോൾ പോകാൻ പറ്റുള്ളൂ. ഇടവക പള്ളി എന്ന് പറഞ്ഞാൽ 3 ബസ് മാറി കയറി പോകണം. അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു ഇടവക മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ആകെ ഒരു പള്ളിയേ ഉള്ളൂ, ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അച്ഛാ, ഞാൻ നോക്കട്ടെ എന്നിട്ട് മാറണമെങ്കിൽ ഞാൻ മാറിക്കോളാം, അല്ലാതെ ഞാൻ മാറുന്നില്ല എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും, നേരത്തെ ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ തൊട്ടടുത്തായിരുന്നു പള്ളി. ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് പോകണം എന്നുണ്ട്. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പോകും. 15 ദിവസം എന്ന് പറഞ്ഞാൽ 15 ദിവസം ആകുമ്പോൾ ഞാൻ ഒരുപാട് പാവം ചെയ്യുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്നാലും 15 ദിവസം കൂടുമ്പോൾ ഞാൻ പോയി 3 ബസ് മാറി കയറി പോയിട്ടാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. കാരണം അവിടെ അടുത്തുള്ള പള്ളിയിൽ അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിക്കില്ല. ഈ ഇട ദിവസങ്ങളിലൊന്നും അച്ഛനില്ല അവിടെ. ഞായറാഴ്ച ഒരു കുർബാന മാത്രമേ ആ പള്ളിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ 3 ബസ്, എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് ഈ 15 ദിവസം കൂടുമ്പോൾ ഇത്രയും ദൂരെ പോകണമെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യമാണ്, അല്ലാതെ മാതാവ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ. ഞാൻ പറയും മാതാവ് പറഞ്ഞിട്ടല്ല, അത് എൻ്റെ ആവശ്യമാണ്. 15 ദിവസം കൂടും. ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ കുമ്പസാരിച്ചിട്ടാണ് ഞാൻ വന്നത്. മിനിഞ്ഞാന്ന് ഞാൻ കുമ്പസാരിച്ചിട്ടാണ് വന്നത്. 15 ദിവസമായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട് വന്നത്. കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ഞാൻ ചോദിച്ചാലും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അവിടെ നടക്കെ പോയി നിന്നിട്ട് മാതാവിനോട് പറഞ്ഞാൽ മതി, മാതാവേ ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ന് അച്ചട്ടായിട്ട് നടന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മാതാവിനോട് കൂടുതൽ അടുത്താൽ, ഉടമ്പടി പാലിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. എനിക്ക് സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി ഞാൻ, കാരണം മെയ് 6-ാം തീയതി ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ്. ഞാൻ പറയാൻ ഇവളുടെ ഇതും കൂടി കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് താമസിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച, എനിക്കതിന് അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 23:5. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. ഫിലോമിന സഹോദരിയുടെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത്, ഉടമ്പടിയിൽ ഉഴപ്പിയാൽ ഒന്നും കിട്ടില്ലെന്ന്. ഉടമ്പടിയുടെ ജീവിതത്തിലേക്ക് ഉഴപ്പ് കാണിച്ചാൽ ഒന്നും അമ്മ തരില്ലെന്ന്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ, അതിൽ നീതിയോടുകൂടി കൈകാര്യം ചെയ്താൽ, വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്താൽ, ഈ അമ്മയ്ക്ക് 25 വർഷമായിട്ട് വീടില്ലാതെ ഇരിക്കുക. അവരുടെ അമ്മയും അവരും കൂടി പല ഓഫീസുകളും കയറി ഇറങ്ങി, എങ്ങൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഉടമ്പടി ഉഴപ്പിയെന്ന് അവർ തന്നെ നമ്മളോട് പറയുക. അപ്പോൾ ഉടമ്പടി ഉഴപ്പി നിന്നാൽ ഉടമ്പടിയിൽ നിന്നൊന്നും ലഭിക്കില്ലെന്ന് ആ സഹോദരി പറയുക. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ കൃത്യത, ശ്രദ്ധ, വിവേകം, എഗ്രിമെൻ്റ് ഇത് 90 ദിവസം വരെ നിങ്ങൾ പാലിച്ചാൽ അമ്മ കൈവിടില്ലെന്ന് ഈ സഹോദരി വഴി നമ്മളോട് പറയുക. അവർ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഇവിടെ ആലപ്പുഴ അടുത്തൊരു കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം, തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്നാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി പുതുക്കലിൽ പറയുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവർ, തുറവൂരുള്ളവർ ഹരിപ്പാട് പോയി ട്രാൻസ്പോർട്ടിന് ഇടികൊണ്ട് തന്തക്ക് വിളി കേട്ട് പത്രം പ്രാർത്ഥിച്ചു കൊടുത്തു ഹോസ്പിറ്റലിൽ പോയെന്ന്. അതാണ് ഈ സഹോദരി ചെയ്തത്. ഈശോ കൈവിട്ടില്ല. പരിശുദ്ധമ്മ ഈശോയോട് പറഞ്ഞു, അവരുടെ കണ്ണുനീര് തുടക്കണേ മോനെ. അവർക്ക് ഉടമ്പടിയിൽ അവർ കൃത്യമായിട്ട് നിന്നപ്പോൾ 25 വർഷം കിട്ടാതിരുന്ന ഭവനം അവർക്കുടനെ സാധിച്ചു കൊടുത്തു. പഞ്ചായത്തുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് റെഡിയായെന്ന്. അതിനുശേഷം അവർ വീടും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം ഉടമ്പടി നന്നായി കൈകാര്യം ചെയ്തപ്പോഴാണ്. അതിനുശേഷം മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യിക്കയില്ലെന്ന് മാതാവ്. അത്രയും മാതാവുമായിട്ട് അടുത്തവർ. ഉടമ്പടി ഇപ്പോൾ സിൽവർ പേപ്പറിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് മാതാവ് എന്തു പറഞ്ഞാലും
അത് ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ അമ്മയോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അമ്മയിന്ന് മഴ പെയ്ക്കല്ലേ, എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ മഴ പെയ്ക്കില്ലെന്ന്. അതുപോലെ അനുജത്തിയുടെ മോള് വന്ന് പറഞ്ഞു, എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ 10 വർഷം ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് എനിക്ക് അവർ ജോലി തരില്ലെന്ന് പറഞ്ഞു. അമ്മ മാതാവിനോട് പറഞ്ഞു, അവളുടെ കുടുംബജീവിതമാണ്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മകളാണ്, അവൾക്ക് ആ ജോലി ഉടനെ കൊടുക്കണേ. അപ്പം 6 ദിവസത്തിനുള്ളിൽ അവർക്ക് ആ ജോലി ആ സ്ഥാപനത്തിൽ കൊടുത്തു. ഇതാണ് പരിശുദ്ധ അമ്മയോട് കൂടി ചേർന്ന് നിൽക്കുന്നവർക്ക് തരുന്നത്. അമ്മ ചേർന്ന് നിൽക്കുന്നവരെ അമ്മയുടെ അങ്കിയാൽ പൊതിഞ്ഞ് സൂക്ഷിക്കും. അമ്മ അനുഭവിച്ച വേദന അമ്മയ്ക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അമ്മ ഇളകിപ്പോകും, അമ്മയുടെ മനസ്സുരുകും. അതുപോലെ ഉരുകുന്ന ഒരു മനസ്സ് കൊടുത്തു. അങ്ങനെ ഒരു ഉടമ്പടിയിൽ ശ്രദ്ധിച്ചു നിന്നപ്പോൾ അതിനുശേഷം ഒരു വയറുവേദന ആ അനിയത്തിയുടെ മോൾക്കുണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ ഉടനെ സ്കാൻ ചെയ്യണം, ആ വയറുവേദനയ്ക്ക് വയറ്റിലെന്തോ ഒരു തടിപ്പുണ്ടെന്ന്. അവരുടമ്പടി തൈലം 3 ദിവസം ആ മോളുടെ വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അമ്മ അതും സാധിച്ചു കൊടുത്തു. അങ്ങനെ ഉടമ്പടിയോട് ശ്രദ്ധിച്ച് നിങ്ങൾ നിന്നാൽ, ഉടമ്പടി ജീവിതം കൃത്യമായി ചെയ്താൽ ചോദിക്കുന്നത് കയ്യിൽ കൂടുതലായിട്ട് അമ്മ തരും. അമ്മയോട് ശാഠ്യം പിടിച്ച് മേടിക്കാം. അതുപോലെയാണ് അവർ പറയുന്നത്, എനിക്ക് തരണമെന്ന് നിർബന്ധം പിടിക്കേ. അമ്മ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്ക്, ഇവർക്ക് കിട്ടിയ വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.